ഹായ് മച്ചാമാരെ, എല്ലാവർക്കും KL43 ടെക് ട്രാവലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മ ഇന്ന് ഉണ്ടാക്കിയ മെഷീൻ്റെ ഇതാണ്ടാ. അപ്പൊ നമുക്കിത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് ഇത്തിരി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു മെഷീനാണ് ഇത്. ഇതെനിക്ക് മാത്രമല്ല, നമ്മുടെ ആർട്ട് വർക്ക്, ക്രാഫ്റ്റ് വർക്ക് അങ്ങനത്തെ ചെയ്യുന്ന ടീമിനും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാലോ. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഈ ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഒരു PVC പൈപ്പാണ്. അപ്പോൾ ഇതൊരു 50 mm PVC പൈപ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ 2 ഇഞ്ച് ഗ്യാപ്പും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഇതേപോലെ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പൈപ്പ് ഒരു 15 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഞ്ച് ഗ്യാപ്പിൻ്റെ ചാടി നിൽക്കുന്ന ഭാഗം കണ്ട. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. മച്ചാമാരെ, ഇത് എൻഡ് ഗ്യാപ്പിന്റെ ചാടി എന്ന് വെച്ചാൽ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു വാട്ടർ പേപ്പർ ഒഴിച്ച് നമുക്കൊന്ന് വരച്ച് സ്മൂത്ത് ആക്കി എടുക്കാം. അപ്പൊ അതേ നമ്മുടെ 2 എൻഡ് ഗ്യാപ്പ് ഇതുവരെ കട്ട് ചെയ്ത് അറ്റം 2 നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ മച്ചാമാരെ, നമുക്ക് ഇനി വേണ്ടത് ഇതേപോലെ ഒരു DC മോട്ടറാണ്. ഇത് 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പേര് വരുന്നത് RS775 എന്നാണ്. അപ്പൊ ഇതിന്റെ RPM വരുന്നത് 13,000 RPM ഇത് കറങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് വരുന്നത് ബുഷ് ടൈപ്പ് അല്ല, നമുക്ക് ബെയറിംഗ് ടൈപ്പിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ മോട്ടറാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മോട്ടറിൻ്റെ മേളിലുള്ള മാഗ്നറ്റിൻ്റെ ക്ലാമ്പ് ഒന്ന് ഊരി മാറ്റാട്ടാ. ഈ മോട്ടർ നമുക്ക് 24 വോൾട്ട് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും കേട്ടോ. 24 വോൾട്ടിലാണ് നമുക്ക് ഈ 13,000 RPM കിട്ടുന്നത്. ഇനി നമുക്കിത് ഇതേപോലെ ഒരു മാസ്കിംഗ് ടൈപ്പ് എടുക്കാമേ. ആ മാസ്കിംഗ് ടൈപ്പ് നമുക്ക് ഇതേ മോട്ടറിൻ്റെ മേൽഭാഗത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ബ്ലേഡ് വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഇനി ഇതേപോലെ ഒരു പെൻസിലോ പേനയോ മാർക്കറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഈ സ്ക്രൂ വെക്കേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മോട്ടറിൻ്റെ പുറത്തേക്ക് ചാടിക്കുന്ന ഭാഗം നമുക്കൊരു കത്രിക ഉപയോഗിച്ച് ഇതുവരെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് റൗണ്ട് ആക്കി എടുക്കാമേ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ കത്രിക ഇത്തിരി സൂപ്പർ ആയതുകൊണ്ട് മര്യാദക്ക് മുറിയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലേഡ് വെച്ച് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റിക്കർ പതിയെ അതേപോലെ തന്നെ പൊളിച്ചെടുക്കാമേ. നമുക്ക് ഇനി സ്റ്റിക്കർ എടുത്തിട്ട് നമ്മുടെ എൻഡ് ഗ്യാപ്പിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്കിത് ആ മാർക്കിംഗ് ഒക്കെ ഒന്ന് തുളച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെ തുളച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതേ ഞാൻ ഡ്രില്ല് ഉപയോഗിച്ച് ഇതൊരു ഹോൾ ചേർത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മോട്ടർ ഇതുപോലെ കയറാൻ പാകത്തിനുള്ള ഹോളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്കിത് മോട്ടറിൻ്റെ സ്ക്രൂ പിടിപ്പിക്കാനുള്ള ഭാഗത്തേക്ക് 2 ഹോളും കൂടി സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ചെറിയ ഹോൾ നമുക്ക് ഇതുവരെ ഡ്രില്ല് ഉപയോഗിച്ച് തുളച്ച് കൊടുക്കാമേ. അപ്പോൾ ഹോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിക്കർ പതിയെ പൊളിച്ച് മാറ്റാമേ. ഇനി ഒരു ബ്ലേഡ് വെച്ച് നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാട്ടാ. അപ്പോൾ മച്ചാന്മാർ ഇതേപോലെ നമ്മുടെ മോട്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ ഒരു സ്ക്രൂ ഇട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അതിന് പാകമായിട്ടുള്ള 2 സ്ക്രൂ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് വെച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ മച്ചാന്മാർ, നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ടൈറ്റ് ആക്കാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതുപോലൊരു സ്വിച്ച് വേണം. പിന്നെ ഇതുപോലൊരു DC സോക്കറ്റും വേണം. പിന്നെ ഇതേപോലെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററും കൂടെ എടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ഈ റെഗുലേറ്റർ ചെയ്ത മറ്റേ എൻഡ് ഗ്യാപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോൾ ചെയ്യണം. ഇനി നമ്മുടെ DC സോക്കറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് നമുക്കൊരു ചെറിയ ഹോൾ കൂടി ഇട്ട് കൊടുക്കാമേ. അപ്പോൾ മച്ചാന്മാരെ, നമുക്കിനി നമ്മുടെ പൈപ്പിനകത്ത് കുറച്ച് ഹോളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ മോട്ടർ പയ്യെ ഇറക്കി വെച്ച് പരമാവധി ടൈറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് പൂട്ടി വെക്കാം കേട്ടോ ആദ്യം തന്നെ. ഇനി നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഇതുപോലെ. ഇനി നമുക്കത് ഊരി മാറ്റാം കേട്ടോ.
അപ്പോൾ നമുക്കിത് ഈ മാർക്കിങ്ങിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഏകദേശം ഈ മാർക്കിങ്ങിൻ്റെ ലെവലിൽ നമുക്ക് ഈ എൻഡ് ഗ്യാപ്പിൻ്റെ അറ്റം വെച്ച് പിടിക്കാമേ. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഈ കാണുന്ന ഹോള് കണ്ട ആ ഹോളിന് നേരക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ഫ്ലോ നടക്കാൻ വേണ്ടിയുള്ളൊരു ഹോളുണ്ട്, അതിൻ്റെ പ്രൊപ്പല്ലറാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതിന് 2 ഹോൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം എയർ പാസേജിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മുടെ എയർ പാസേജിനുള്ള ഹോള് വരച്ചിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ ഒരു സ്വിച്ച് കൂടി പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള മാർക്കിംഗ് കൂടി ഇവിടെ ചെയ്തേക്കാം. അപ്പോൾ സ്വിച്ച് വെക്കാനുള്ള മാർക്കിംഗ് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ആക്സബിൾ എടുത്ത് ഇവിടെ ഒരു ബ്ലോ ലാമ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ശേഷം നമുക്ക് ഈ ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് ഈ മാർക്കിങ്ങിലോട്ട് പതിയെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ പയ്യെ ഉരുക്കി ഇങ്ങോട്ട് പോന്നേക്കോട്ടെ. ഇതുപോലെ നമുക്ക് എല്ലാ ഹോളുകളും നമുക്ക് ഇതേപോലെ തന്നെ ഉരുക്കി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ സാധനം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വാട്ടർ പേപ്പർ പിടിച്ച് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്തിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതേ പെയിൻറ്റ് അടിച്ച് തുടങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മോട്ടറിലെ വയറൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 വയർ എടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് വയർ നമുക്ക് പോസിറ്റീവിലേക്കും ബ്ലൂ നമുക്ക് നെഗറ്റീവിലായിട്ടും കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മച്ചാന്മാർ ഇതേ സോൾഡറിങ്ങാണ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും സെറ്റ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ അത് ഇവിടെ പോസിറ്റീവിലേക്ക് റെഡും നെഗറ്റീവിലേക്ക് ബ്ലൂവും കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈൻ മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് റൊട്ടേഷൻ മാറി കറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഇനി ഇതേ റെഗുലേറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ M- M+ എന്ന് എഴുതിയേക്കണത് നമ്മുടെ മോട്ടറിലേക്കുള്ള ലൈനാണ് കേട്ടോ. അതേപോലെ V- V+ എന്ന് ഇട്ടേക്കണത് വോൾട്ടേജ് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ജാക്കിൻ്റെ അകത്ത് ചെറിയ ലെഗ് വരുന്നത് പോസിറ്റീവും വലിയ ലെഗ് വരുന്നത് നെഗറ്റീവുമാണ് കേട്ടോ. ഇതിൽ പോസിറ്റീവ് റെഡും നെഗറ്റീവ് ബ്ലൂവും കൊടുക്കാമേ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ പെയിൻ്റ് അടിച്ച പാർട്ട് ഉണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മോട്ടർ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാമേ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഇനി നമ്മുടെ DC സോക്കറ്റൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് പതിയെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാമേ. എന്നിട്ട് ബാക്കിൽ നട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മോട്ടർ റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ ഈ മോട്ടറിൻ്റെ ലൈൻ പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് ലൈൻ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഇനി ജാക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നെഗറ്റീവ് നമുക്ക് ഇതിലൊരു ലൈനും പിന്നെ പോസിറ്റീവ് നമുക്കൊരു സ്വിച്ച് വഴിയും കൊടുക്കാമേ. അപ്പോൾ സ്വിച്ചിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ഒരു വയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ 2 ലൈനും കൊടുത്ത ശേഷം നമുക്ക് ഈ റെഗുലേറ്ററിൻ്റെ തൊട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്വിച്ചാണ് കേട്ടോ പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വയർ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഹോൾ വഴി പുറത്തേക്ക് ഇടാമേ. അപ്പോൾ നമുക്ക് ഇനി സ്വിച്ച് എടുത്തിട്ട് നമുക്ക് ഈ വയറിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വിച്ച് ഇതേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹോളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ വയറൊക്കെ അതേ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ മെഷീൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതേപോലെ ഒരു ഡ്രില്ലിൻ്റെ ചക്ക് എടുക്കുന്നുണ്ട്. ചക്ക് സെറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെറ്റ് ഇതേപോലെ അഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഈ ചക്ക് ഈ ഷാഫ്റ്റിലേക്ക് ഇറക്കി വെച്ചിട്ട് 2 നട്ടും നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിറ്റ് സെറ്റ് ചെയ്യാനനുസരിച്ച് ഓരോ സൈസ് നമുക്ക് ഇതിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഏറ്റവും വലിയ സൈസ് തന്നെ ഞാൻ നോക്കി ഇടുന്നുണ്ട്. നമ്മുടെ ബിറ്റിനനുസരിച്ചുള്ള ചക്ക് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ഇതേപോലെ ഒരു മിനി കട്ടിങ് വീൽ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ കട്ടിങ് വീൽ നമുക്ക് ഈ ചക്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇതുപോലുള്ള ചക്കം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ മച്ചാന്മാരെ ഞാൻ ഇത് വർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ എടുക്കുന്നുണ്ട്. നമുക്കിത് 24 വോൾട്ട് വരെ വർക്ക് ചെയ്യും. കയ്യിൽ 12 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ ജാക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്വിച്ച് ബോർഡിലേക്ക് നമ്മുടെ അഡാപ്റ്റർ കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മച്ചാന്മാരെ നമുക്കിനി ഇതും കൊണ്ട് എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാമേ. അതുപോലെ നമുക്കത് ഒരു ഡ്രിൽ ബിറ്റും കൂടി സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
ഇനി നമുക്കിത് ഇരുമ്പൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള കട്ടിയും വീലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഒരുപാട് സമയം കൊടുക്കട്ടെ. പതിയെ പതിയെ കട്ടാകുന്നുണ്ട്. പക്ഷേ നമുക്കിത് പോളിഷ് ചെയ്യാനുള്ള വർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ആണ് അത്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചെറിയ തുരുമ്പുകളൊക്കെ ഇളക്കി കളയാനൊക്കെ ഓക്കെ ആണ് അത്. അപ്പോൾ മച്ചാന്മാരെ നമുക്കത് ഇതേപോലത്തെ ബിറ്റുകളെല്ലാം അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിതൊരു 12 വോൾട്ട് ബാറ്ററി പാക്ക് ഉണ്ടാക്കണേ നമുക്കിത് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 12 വോൾട്ട് ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇനി കാണുന്നവരെ ബൈ.